നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചിറച്ചിങ്ങ തിന്നുകയല്ലേ. ആലോചിച്ച് നിങ്ങൾ കവിയുടെ ആ അർത്ഥസുന്ദരമായ വാക്കുകൾ. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. തിരിയുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യ, നിന്റെ നാവിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയുമോ? സൂക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് നീ ഉറപ്പ് നൽകിയാൽ നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകാമെന്ന് മദീന മുനവ്വറയിൽ മറവിട്ട് കിടക്കുന്ന മനുഷ്യത്വത്തിന്റെ മഹാപ്രപഞ്ചമായ ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചോനെ, നാവ് സൂക്ഷിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് കാണുമ്പോ വാരി വലിച്ചിങ്ങനെ ഷെയർ ചെയ്യേണ്ട. എന്തെങ്കിലും പോസ്റ്റ് കാണുമ്പോ വാരി വിളിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ അഭിപ്രായം പറയാൻ പോകേണ്ട. ലൈക്ക് ചെയ്യാൻ പോകുമ്പോൾ, ഷെയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോ, കോപ്പി പേസ്റ്റ് നടത്തുമ്പോ ആലോചിക്കണേ, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഉമ്മത്തിന് ലഭിക്കാനുള്ളത്? ഫിത്നയാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും തന്നെ ഇല്ല. നിന്റെ നാവ് കൊണ്ട് നീ പറയുമ്പോ വേണ്ട. ഒരു മോശപ്പെട്ടൊരു വാർത്ത വന്നപ്പോ ലൈക്ക് കൊടുത്തു. ലൈക്ക് കൊടുത്തപ്പോ ആ വാർത്ത പറഞ്ഞവന്, ആ മോശപ്പെട്ട വാർത്തക്ക് അനുകൂലമാകുന്നവന് നീ സപ്പോർട്ട് ചെയ്യലാണ്. അത് നിനക്ക് ദോഷമായിട്ടാണ് ബാധിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ദുന്നൂൻ മിസ്രി റളിയല്ലാഹു തആല തങ്ങൾ പറയാണ്, ഞാൻ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അയാൾ നിസ്കരിക്കുകയാണെന്ന് എനിക്കറിയൂല. ഞാൻ അയാളോട് സലാം പറഞ്ഞു. അയാൾ സലാം അടക്കിയില്ല. രണ്ടാമട്ടവും സലാം പറഞ്ഞു, സലാം അടക്കിയില്ല. ഞാൻ അദ്ദേഹം നിസ്കരിക്കുകയാണെന്ന് അറിയുകയില്ല. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പെടുന്ന നിസ്കാരം മുറിച്ചുകൊണ്ട് ആ മണ്ണിൽ ഒരു ബൈത്ത് ഇങ്ങനെ എഴുതി വെക്കുകയാണ്, മുനി അൽ-ലിസാനു മിനൽ കലാമി ലിഅന്നഹു സബബുൽ ഹലാകി വജാലിബുൽ ആഫാതി ഫഇദാ ഖതഅത ഫകുൽ ലിറബ്ബിക ദാകിറാ لا تنسه واحمده في الحالات. ആ മനുഷ്യ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ട് എനിക്ക് ജവാബ് പറയുകയല്ല ചെയ്തത്, അങ്ങനെ തറയിന്മേൽ എഴുതി വെച്ചു. എന്താ പറയുന്നത്? മുനി അൽ-ലിസാനു മിനൽ കലാമി ലിഅന്നഹു സബബുൽ ഹലാകി വജാലിബുൽ ആഫാതി فإذا انقطعت فقل لربك ذاكرا لا تنسه واحمده في الحالات. എന്നോട് സലാം പറയാതെ എഴുതി വെച്ചൊരു ബൈത്താണത്. മുനി അൽ-ലിസാനു, നാവുകൾക്ക് വിലങ്ങ് ലഭിക്കപ്പെടുകയാണ്. മിനൽ കലാം, സംസാരിക്കുന്ന തൊട്ട്. സംസാരിക്കാൻ തയ്യാറല്ല, നാവിനെ വിലക്കപ്പെടുകയാണ്. കാരണം എന്തെന്നറിയോ? ലിഅന്നഹു സബബുൽ ഹലാക്, അതാണ് നശിക്കാനുള്ള കാരണം. നാവ് കൊണ്ടുള്ള അധിക സംസാരമാണ് ഉമ്മത്ത് ഫസാദായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എല്ലാവരും അഭിപ്രായം പറയാ, എല്ലാവരും നേതാക്കന്മാരാകുക. ലിഅന്നഹു സബബുൽ ഹലാക്, അത് നാശത്തിന്റെ കാരണമാണ്. മാത്രമല്ല വജാലിബുൽ ആഫാത്ത്, അത് ആഫത്തുകളെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. അധിക സംസാരം, അനൗചിത്യമായ സംസാരങ്ങള്, മുക്തദൽ ഹാലല്ലാത്ത സംസാരങ്ങള്, സന്ദർഭത്തിന് അവസരോചിതമായി ഇടപെടാത്ത രൂപത്തിലുള്ള സംസാരങ്ങള്, അതെന്ന് പറഞ്ഞാൽ വജാലിബുൽ ആഫാത്ത്, അത് ആഫത്തുകളെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് മനുഷ്യ, നിന്നോട്
പറയാനുള്ളത് ഫഇദൻ ഖതഅത, നീ യാത്ര ചെയ്താൽ ഫകുല്ലി റബ്ബിക ദാകിറാ, അല്ലാഹുവിനെ നീ ദിക്ർ ചെയ്തോ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കോ. വെറുതെ ഇങ്ങനെ ബടായും പിടിച്ച് നടക്കണ്ട. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം തിരിയ മനുഷ്യന്മാരെ. യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ യഥാർത്ഥമായിട്ട് നമുക്ക് തിരിയാൻ കഴിയുമോ എങ്ങനെയൊക്കെയുള്ളത് ഞാൻ വിഷയത്തിൽ കടക്കുന്നില്ല, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഏതായിരുന്നാലും ഫഇദൻ ഖതഅത ഫകുല്ലി റബ്ബിക ദാകിറാ, യാത്ര ചെയ്യുമ്പോ മനുഷ്യ അല്ലാഹുവിനെ നീ ദിക്ർ ചൊല്ലിക്കോ. ലാ തൻസഹു, ദിക്റിനെ നീ മറക്കണ്ട. വഹ്മദുഹു ഫിൽ ഹാലാത്ത്, എപ്പോഴും അല്ലാഹുവിനെ നീ ഹംദ് ചെയ്തോ എന്ന് മഹാനായ ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്രി തങ്ങൾക്കുള്ള ജവാബായിട്ട് ആ ചെറുപ്പക്കാരൻ ആ തറയിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. മഹാനായ ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറയുന്നു, ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ് വന്നത്. എന്നെ കുറിച്ചാണോ റബ്ബേ ഈ മനുഷ്യനെ എഴുതി വെച്ചത്? ഞാൻ ഇത് തെറ്റാ ചെയ്തത്. ഞാൻ ഈബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല. മഹാനായ ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറയുകയാണ്, ഇതങ്ങ് വായിച്ച് ഞാൻ ഒരുപാട് പൊട്ടിക്കരയുകയാണ്, ഒരുപാട് കരഞ്ഞു പോയി. റബ്ബേ, അതിനേക്കാളും വലിയ ദോഷം ഞാൻ ചെയ്തു പോയോ? എന്റെ വിരൽ തുമ്പ് കൊണ്ട് ആ തറയിൽ ഞാൻ മറ്റൊരു ബൈത്തങ്ങ് എഴുതി വെക്കുകയാണ്. വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ലാ വയബ്ഖ അദ്ദഹ്റ മാ കതബത് യദാഹു ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. നല്ലോണം ചിന്തിക്കേണ്ട ഒരു ബൈത്താണിത്, നല്ലോണം ആലോചിക്കേണ്ട ഒരു ബൈത്താണിത്. അനാവശ്യമായ പോസ്റ്റുകൾ നമ്മൾ ഫേസ്ബുക്കിലൂടെ ചെയ്യുമ്പോ, അനാവശ്യമായ ഷെയറിങ്ങുകൾ നമ്മൾ വാട്സപ്പിലൂടെ ചെയ്യുമ്പോ, ഉമ്മത്തിന്റെ നേതാക്കൾ ഐക്യപ്പെടണേ എന്ന് പറയുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് അനൈക്യത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ചെയ്യുമ്പോ, ഒരുപക്ഷെ ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അനാവശ്യമായ എഴുത്തുകുത്തുകൾ വെച്ച് നീ കിടന്നുറങ്ങിയേക്കാം. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന്റെ വേദനകൾ ലഭിക്കുന്നത് നീ മരിച്ച് മണ്ണോട് ചേർന്നാലും ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലനങ്ങൾ ഈ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കൂ. നിന്റെ ഖബറിൽ സ്വൈര്യമായ ജീവിതം ഉണ്ടാകൂല. അനൈക്യത്തിന് വേണ്ടി പുറപ്പെടണ്ട. കവി പറഞ്ഞതിന്റെ ഉത്സാരം അതാണ്. വമാ മിൻ കാതിബിൻ ഇല്ലാ സയബ്ലാ, എഴുത്തുകാരെ, എല്ലാ എഴുത്തുകാരും മരിച്ചു പോകും, യാതൊരു സംശയവുമില്ലല്ലോ. അവൻ മരിച്ചു പോയാലും അവന്റെ കൈ കൊണ്ട് എഴുതിയത് എല്ലാ കാലവും അവശേഷിച്ച് നിൽക്കുകയല്ലേ. ഇനി അഥവാ നീ എഴുതുകയാണെങ്കിൽ നീ എഴുതല്ല, നിന്റെ കൈ കൊണ്ട് നീ എഴുതല്ല, ഖിയാമത്ത് നാളിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കോടാനക്കോടി മനുഷ്യന്മാരുടെ മുമ്പിൽ നിനക്ക് സന്തോഷം നൽകുന്ന കൃതികൾ നീ വേണമെങ്കിൽ എഴുതിക്കോ, അല്ലാത്തത് എഴുതാൻ നിൽക്കല്ല. ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചുവല്ലോ, ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങള് 700ഓളം കൃതികളാ രചിച്ചിട്ടുള്ളത്. അതൊക്കെ മുത്താല ചെയ്യപ്പെടുകയാണ്. അവർക്ക് ജീവിതത്തിൽ, ഖബർ ജീവിതത്തിൽ അത് തന്നെ പോരെ. അല്ലാഹുവേ, ആ മഹാന്മാരെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ, ആ മഹാന്മാരെ ദറജനെ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അതാ ഞാൻ പറഞ്ഞത്, എഴുതുമ്പോൾ, പറയുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, ലൈക്ക് അടിക്കുമ്പോൾ, നമുക്ക് വേണ്ട ചിഹ്നങ്ങളൊക്കെ കൊടുക്കുമ്പോൾ